ചന്ദ്രമതി രേവതിയെ ആരും കാണാതെ ടെറസിന് താഴോട്ട് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചെമ്മനീർ പൂവിലെ ത്രില്ലടിപ്പിക്കുന്ന കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഒരിക്കലും ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യരുത്. ചന്ദ്രമതി രാവിലെ തന്നെ അലറി വിളിച്ചോണ്ട് വരുന്നുണ്ട്, രേവതി, എടി രേവതി, എവിടെ പോയി ഇവൾ? ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട്, ഹോ എന്റെ ചന്ദ്രേ, നീ എന്തിനാ ഇങ്ങനെ വായിട്ടലക്കുന്നത്? രേവതി മോൾ ഇന്ന് നേരത്തെ തന്നെ പൂക്കടയിലോട്ട് പോയി. എന്താ, അവള് പൂക്കടയിലോട്ട് പോയെന്നോ? അപ്പൊ പിന്നെ ഇവിടെ കഴിയാറുള്ള പണിയൊക്കെ ആരാ കഴിക്കുക? എല്ലാവരും കഴിച്ചെഴുന്നേറ്റ പാത്രങ്ങളൊക്കെ സിങ്കിൽ ഒരു ലോഡ് കിടക്കുന്നുണ്ട് കഴുകാൻ. അതൊക്കെ ആര് കഴുകുന്നു കരുതിയിട്ടാ അവള് നേരത്തെ കാലത്തെ പൂക്കടയിലോട്ട് ഓടിയത്. അപ്പൊ രവി പറയുന്നുണ്ട്, കഴിഞ്ഞോ? ചന്ദ്രേ, കഴിഞ്ഞോന്നാ ചോദിച്ചത്. കഴിഞ്ഞ്. അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. രവിയേട്ടൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇപ്പൊ എങ്ങോട്ട് പോകുന്നില്ല. രേവതി മോള് തിരക്ക് പിടിച്ചപ്പോ പൂക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുമില്ല. എന്താ രവിയേട്ടൻ ഈ പറയുന്നത്? രവിയേട്ടൻ അവളെ കുറച്ച് സപ്പോർട്ട് ചെയ്യല് കൂടുതലാണ്. പിന്നെ ആ ഉണങ്ങിക്കിടക്കുന്ന പാത്രങ്ങളൊക്കെ ആര് വൃത്തിയാക്കാനാ? ചന്ദ്രേ, രേവതി മോള് കഴിച്ച പാത്രം വല്ലതും ആ സിങ്കി കിടപ്പുണ്ടോ? അല്ലെങ്കിൽ പിന്നെ സച്ച് കഴിച്ച പാത്രം വല്ലതും കിടപ്പുണ്ടോ? സച്ചതിന് നേരത്തെ കാലത്തെ കഴിച്ചിട്ട് ഓട്ടത്തിന് പോയില്ലേ? അവളാണെങ്കിൽ പൂക്കടയിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിച്ചിട്ടല്ലേ പോകുന്നത്. പിന്നെ എങ്ങനെയാ രവിയേട്ട അവരുടെ എച്ചിൽ പാത്രം കൂടി അതിലുണ്ടാവുക? ആണല്ലോ. അപ്പൊ അവര് കഴിച്ച പാത്രം ഒന്നും അതിലില്ല. പിന്നെ എന്തിനാ രേവതി മോള് കഴുകി വെക്കേണ്ട ആവശ്യം? എല്ലാ ദിവസവും മോള് നിങ്ങളൊക്കെ കഴിച്ചതിന്റെ ബാക്കി എച്ചിൽ കഴുകി വെക്കുന്നുണ്ട്. എന്നാ ഇന്നൊരു ദിവസത്തേക്ക് ആരുമില്ല അല്ലേ ചന്ദ്രേ? രവിയേട്ട, അവള് വന്നാ തീരാവുന്ന പ്രശ്നം ഇതുള്ളൂ. രവിയേട്ടൻ ഏതായാലും അത് വഴിയാ പോകുന്നത്. അപ്പൊ അവളോട് കട പൂട്ടി ഇങ്ങോട്ട് വരാൻ പറയപ്പെട്ടെന്ന്. പറ്റില്ല. രേവതി മോളുടെ പണിയൊക്കെ തീർത്തതിന് ശേഷം വീട്ടിലോട്ട് വരൂ. അതിനു മുന്നേ എന്തെങ്കിലും തീർക്കാനുള്ള പണിയുണ്ടെങ്കിലേ നീയും നിന്റെ മരുമക്കളും ഉണ്ടല്ലോ, അവരോടും കൂടി സഹായിക്കാൻ പറ. രവിയേട്ടാ, അവർക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തറിയാം? എന്തറിയാം? ഇത് പറയാൻ നിനക്ക് നാണമില്ലല്ലോ ചന്ദ്രേ. നീ വേണ്ടേ വീട്ടുജോലികളൊക്കെ അറിയാത്ത മരുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ? എന്നാ പിന്നെ നന്നാവും. ആ വർഷയെ കൊണ്ടൊക്കെ വല്ല പണിയെടുപ്പിച്ചാലേ ഈ വീട് തല കുത്തനെ മറിക്കും അവള്. അല്ലേനും അവരൊന്നും പണിയെടുക്കേണ്ട കുട്ടികളല്ല. ചന്ദ്രേ, രേവതി മോൾ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിക്കാന്ന് നീ മനസ്സിൽ പോലും കരുതണ്ട. അത് നടക്കാനും പോകുന്നില്ല. ദേ, ഇന്ന് സച്ചിയുണ്ട് കടയിൽ. അങ്ങോട്ട് ചെന്ന് കൊടുത്താ മതി. നിന്നെ വലിച്ചു കീറി പോസ്റ്ററാക്കി അവൻ റോട്ടിൽ ഒട്ടിക്കും. ചെന്ന് കൊടുക്ക്. രവിയേട്ടാ, ഇന്ന് അവനുണ്ടോ ആ കടയില്? ഉണ്ട്. ഇന്ന് സച്ചി ഓട്ടത്തിനൊന്നും പോവാതെ രേവതിയെ സഹായിക്കാൻ വേണ്ടി കടയിലോട്ട് പോയേക്കുവാ. ഷോ, ഇത് വലിയ കഷ്ടമാണല്ലോ. ആ സമയത്താണ് സച്ചിയും രേവതിയും അവിടേക്ക് കയറി വരുന്നത്. ഹോ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ദേ, അവള് വരുന്നുണ്ട്. രേവതിയുടെ വരവ് കണ്ടപ്പോ രവി പറയുന്നുണ്ട്, അയ്യോ മോളെ, നിനക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു. അപ്പൊ സച്ചി വയ്ക്കുന്നുണ്ട്, എന്തു പറ്റിച്ച? അല്ല, ഇവിടെ ചിലരെ മോള് വന്നിട്ട് 8ന്റെ പണി കൊടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഓ അങ്ങനെ. അപ്പൊ എന്റെ ഭാര്യയെ കാത്തിരിക്കുകയായിരുന്നു പണിയെടുപ്പിക്കാൻ. അതൊന്നും ഇന്ന് നടക്കില്ല അച്ഛാ. ഇന്നേ മാലയുടെ 1-2 ഓർഡർ കിട്ടിയിട്ടുണ്ട്. നാളെ സൺഡേ അല്ലേ. പിന്നെ ഒരു കല്യാണ വീട്ടിലേക്കുള്ള പൂക്കളും സെറ്റാക്കി കൊടുക്കണം. അപ്പൊ ഇത് കേട്ടപ്പോ രവി ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെന്തിനാ സച്ചി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ അച്ഛാ, ഇവിടുത്തെ ഫ്രിഡ്ജിൽ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അങ്ങനെയായിരുന്നു അല്ലേ? ചന്ദ്രേ, കേട്ടല്ലോ, അവര് പൂവെടുക്കാൻ വന്നതാ. പൂവെടുത്തിട്ട് പൊയ്ക്കോട്ടെ. അതൊന്നും പറ്റില്ല. ദേ രേവതി, ആ സിങ്കില് നിറയെ പാത്രങ്ങൾ കിടക്കുക. അത് ഇരുന്ന് ഉണങ്ങാൻ തുടങ്ങും. അതിനു മുന്നേ പെട്ടെന്ന് അത് കഴുകി വെക്ക്. അത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. ഒരുപാട് അലക്കാനുണ്ട്. ഒരു 5-6 സാരിയൊക്കെ എന്റേത് തന്നെയുണ്ട്. പിന്നെ ചൂടല്ലേ, രവിയേട്ടൻ തന്നെ 10 ഡ്രസ്സാ മാറ്റി മാറ്റി ഇടുന്നത്. എങ്ങനെ? ഞാൻ ആകപ്പാടെ അഴിച്ചിട്ടത് 2 കൂട്ടം കാണും. 2 കൂട്ടം അല്ല രവിയേട്ടാ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഒരു 4-5 കൂട്ടം എങ്ങാനുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മേ, ഇന്നലെ ഇല്ലായിരുന്നു അലക്കിയത്. പിന്നെങ്ങനെ ഇത്രയും വസ്ത്രമൊക്കെ ഉണ്ടാവുന്നത്? നീയേ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ദേ, വർഷയുടെയും ശ്രീകാന്തിന്റെയും ഒരു കൂട്ടം ഡ്രസ് ഉണ്ട്. അത് മാത്രമല്ല 2 ദിവസമായിട്ട് ശ്രുതിക്ക് അലക്കാനൊന്നും നേരമില്ലായിരുന്നു. അവളുടെ ഡ്രസ്സും ഒരുപാടുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്റെ ഭാര്യ എന്താ ഇവിടുത്തെ വേലക്കാരിയോ? നിന്റെ ഭാര്യ ഏകദേശം അതിനൊക്കെ തൊല്ലിയാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു നിൽക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വേലക്കാരിയായി പട്ടിപ്പണി എടുപ്പിക്കണമെങ്കിലേ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവരോട് ചെന്ന് പറ. ഇത് എന്റെ ഭാര്യ, ഇവള് ഞാൻ പറയുന്നതേ കേൾക്കൂ. രേവതി, നീ ഇന്ന് ഇവിടുത്തെ പാത്രം ഒന്നും കഴുകണ്ട. ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യണ്ട. പിന്നെ ഇവിടുത്തെ വസ്ത്രങ്ങളും അലക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റേതും നിന്റേതും പിന്നതേ നമ്മുടെ അച്ഛൻ്റെതും അത്ര മാത്രം കഴുകിയാ മതി. ബാക്കിയുള്ളവരതൊന്നും നമ്മുടെ പരിധിയിൽ പെടില്ല. നീയെ പെട്ടെന്ന് ആ പൂവെടുത്ത് വരാൻ നോക്കിയ രേവതി. പെട്ടെന്ന് ചെല്ലണ കടയിലോട്ട്. ഒന്ന് നിന്നേ. നിന്റെ ചീഞ്ഞ പൂക്കളൊക്കെ എന്തിനാടി ആ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നത്? ഹോ, കഴിക്കാൻ എടുക്കുന്ന ഭക്ഷണത്തിനെല്ലാം ഈ പൂക്കളുടെ ചീഞ്ഞ മണമാ. അങ്ങനെയല്ലല്ലോ ചന്ദ്രേ, എനിക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ വീട്ടില് പൂക്കളുടെ ഒരു സുഗന്ധമാ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ ജെവിയേട്ടൻ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവള് പോവാതിരിക്കേ പൂവെടുക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇവളെന്തായാലും പാത്രം മുഴുവൻ കഴുകി വെക്കണം. പിന്നെ അലക്കാനുള്ളത് അലക്കണം. ഇവിടത്തെ എല്ലാ പണിയും ചെയ്തിട്ട് പോയാൽ മതി. അമ്മേ, പരമാവധി പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാ. ഞാൻ നാളെ എന്തായാലും എല്ലാം ചെയ്യാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ആരുണ്ടാക്കുന്ന കരുതിയിട്ടാ? അതിടയ്ക്ക് സമയമുള്ളപ്പോ ഞാൻ വന്നിട്ട് ഉണ്ടാക്കിക്കോളാം.
ആ പാത്രത്തിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാ മതി. ഞാൻ വന്നതിന് ശേഷം അതൊക്കെ കഴുകി വൃത്തിയാക്കിക്കോളാം. പറ്റില്ല, അതൊക്കെ കൃത്യസമയത്ത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ ചെയ്തോ, നിങ്ങൾ എന്റെ ഭാര്യയെ കൂട്ടുപിടിക്കണ്ട. രേവതി, നീ വരാൻ നോക്കി. അപ്പൊ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ആവശ്യമില്ലാത്തത് നീ എന്തിനാ സച്ചിയുടെ വായെന്ന് വാങ്ങിച്ചു കൂട്ടുന്നത്? അവൻ എന്തെങ്കിലും പറയട്ടെ. എടി, ഞാൻ നിന്നോടാ പറഞ്ഞത്, മര്യാദയ്ക്ക് പോയി ആ ജോലി എടുക്കാൻ. നിനക്ക് എവിടെ തുടരണമെന്നുണ്ടെങ്കിലേ ചന്ദ്ര പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ സ്വഭാവം മാറും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. രേവതി, നീ വാ, നീ ഒരു അടി മുന്നോട്ട് വെച്ച് നോക്ക്, ചന്ദ്രയുടെ സ്വഭാവം മാറുന്നത് നിനക്ക് കാണാം. എന്നാ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കാട്ടോ രവി. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല, ഇപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഈ വീട്ടിലെ വേലക്കാരിയല്ല. വർഷയുടെയും ശ്രുതിയുടെയും പോലെ ഇവിടുത്തെ മരുമകളാ ഞാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ 2 മരുമക്കൾക്കും ചെയ്യാം. അവരെ അമ്മ അത് പഠിപ്പിക്കണം. എല്ലായ്പ്പോഴും എനിക്ക് ഇവിടുത്തെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, കൊള്ളാലോടി, നീ എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? വെച്ചേക്കില്ലേ ഞാൻ നിന്നെ. ചന്ദ്രയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. ഞാനിവിടെ കയറി വന്ന മുതലേ നിങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ഞാൻ മാന്യമായിട്ടല്ലേ പറഞ്ഞത്. എനിക്ക് ഒഴിവിട്ടുന്ന സമയം വന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കും. അതിന്റെ കൂട്ടത്തിൽ ഞാനത് കഴുകി വെച്ചോളാം. ഇപ്പൊ എനിക്ക് കടയിൽ ഒരു ഇത്തിരി തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം. പറ്റില്ല നല്ലടി നിന്നോട് പറഞ്ഞത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന കേൾക്കാൻ രേവതിക്ക് മനസ്സില്ല. രേവതി, നീ വാ. ഇതും പറഞ്ഞ് രേവതിയുടെ കൈപ്പിടിച്ച് സച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആ സമയത്ത് രവിയാണെങ്കിൽ ചന്ദ്രയെ കളിയാക്കി പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങാണ്. അയ്യോ, ചിരി വന്നിട്ട് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല ചന്ദ്രയെ. എന്തിനാ അടക്കി പിടിക്കുന്നത്? നിങ്ങൾ അട്ടാസിച്ച് ചിരിച്ചോ? നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചകളാണല്ലോ കാണുന്നത്. സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ചിരി അല്ലേ? ചിരിക്കാനായിട്ട് നീ എന്ന് ഉണ്ടാക്കി തരുമല്ലേ ചന്ദ്രേ? പിന്നെ എങ്ങനെയാ ഞാൻ ചിരിക്കാതിരിക്കുക? അയ്യോ, ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാ. ഓ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനായിപ്പോ എന്റെ ഭർത്താവ്. ഓ, തന്നെ ഭർത്താവിന്റെ കുഴപ്പം ഇപ്പൊ ഇത്. അങ്ങനെ നേരെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ ചന്ദ്രമതി. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്, അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇന്ന് വരെ അവൾ എന്റെ മുഖത്ത് നോക്കി ഇതുപോലെ സംസാരിച്ചിട്ടില്ല. എന്നും പേടിയും ഭയവും ഉണ്ടായിരുന്നു. എന്നാ ഇന്ന് അങ്ങനെയല്ല. അവൾ അങ്ങനെ പത്തി ഉയർത്താൻ പാടില്ല. കാണിച്ചു കൊടുക്കും ഞാൻ. വേലക്കാരികൾ തലേ കിടന്ന് നിരങ്ങുന്ന പോലെയാ അവൾ എന്റെ തലേ കിടന്ന് നിരങ്ങുന്നത്. എന്ന ആ സമയത്താണ് ശ്രുതി കിച്ചണിലോട്ട് കയറി വരുന്നത്. അയ്യോ ആന്റി, ഞാൻ എന്തേ കാണുന്നത്? അവളെവിടെ രേവതി? ഓ, ഒരുപാട് നേരായിട്ടേ ഉണങ്ങിക്കെടുക്ക കഴിച്ച പാത്രങ്ങളൊക്കെ. അവൾ അവളുടെ പാട്ടിന് പോയില്ലേ? ഇപ്പൊ നേരെ വീട്ടിലോട്ട് കയറി വന്നപ്പോഴേ ഞാൻ അവളോട് ഇതൊക്കെ കഴുകി വെക്കാൻ പറഞ്ഞു. അവൾ അഹങ്കരിച്ചോണ്ട് എവിടുന്ന് പോയത്. കാണിച്ചു കൊടുക്കും ഞാൻ അവളെ. ചന്ദ്രയുടെ സ്വഭാവം അവൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അയ്യോ, എന്നാലും എന്റെ ആന്റി ഇത് ചെയ്യണ്ടായിരുന്നു. അല്ലേനും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഇത് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും വേണ്ടേ? വർഷയ്ക്കാണെങ്കിൽ അത് അറിയത്തില്ല. പിന്നെ നിനക്കിതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും ദേ, നീ ഏതായാലും വന്നതല്ലേ, ഇത് നീ ചെയ്യ്. അയ്യോ ആന്റി, എനിക്ക് പറ്റില്ല. എന്റെ കയ്യിലെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടതാ, വില കൂടിയ നെയിൽ പോളിഷാ. ഓ, എന്നാ പിന്നെ വേണ്ട. എന്നാലും ആന്റി, അവളെ ആന്റിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലേ അവളെ ആന്റിയെ വരച്ച വരയിൽ നിർത്തും. അവള് നിർത്താനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കും ഞാൻ അവളെ. ആന്റി, ഇതങ്ങനെ വിട്ടാ പോരാ. കുറച്ചു കഴിഞ്ഞാ അവൾ ഈ വീട് ഭരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അവളുടെയും സച്ചിയുടെയും നെഗ്ലിപ്പ് കുറച്ചൊന്നും അല്ല. മിക്കവാറും അവൾ കാരണം ആന്റിക്ക് എല്ലാം നഷ്ടപ്പെടും. ഇതൊക്കെ കേട്ടപ്പോ ചന്ദ്രമതി ഇങ്ങനെ ശരിയാണെന്ന് മനസ്സിൽ കരുതാട്ടോ. ശ്രുതി പറഞ്ഞതിലും കാര്യമുണ്ട്. ആന്റി, അവൾ ഇവിടുന്ന് എന്ന് പുറത്താക്കുന്നു അന്നായിരിക്കും ആന്റിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റുക. അല്ലേനും കാശില്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കത്തില്ല. കാശില്ലാത്തവളെ ഇവിടെ വെച്ച് പുറപ്പിച്ചതുകൊണ്ട് എന്തുണ്ടാവാനാ? പിന്നെ ആ സച്ചിക്ക് ഓട്ടോ ഓടിയിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടും. പോക്കിടന്ന് 50 or 10 ലാഭം കിട്ടിയാലായി. പിന്നെ അവൾക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടണം. അതങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അന്നെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാ. അവളെന്തായാലും നന്നായിട്ട് കാശുണ്ടാക്കി കഴിഞ്ഞാൽ ആന്റി, നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇതും പറഞ്ഞ് ശ്രുതി എവിടുന്ന് പോവാട്ടോ എരിയേറ്റിട്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് മനസ്സിൽ കരുതിയിട്ട്. ഇനിയിപ്പൊ എന്തെങ്കിലും ഒന്ന് ഇവിടെ സംഭവിക്കും എന്ന് പറഞ്ഞ് ശ്രുതി എവിടുന്ന് പോവാണ്. അപ്പൊ ചന്ദ്രമതി മനസ്സിൽ കരുതുന്നുണ്ട്, അവളെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഒതുക്കിയേ പറ്റൂ അവളെ. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രി സമയമാണ്. രേവതി ആണെന്നുണ്ടെങ്കിൽ പുറത്തെ ടെറസിൽ നിൽക്കുന്നുണ്ട്. ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആലോചിക്കുന്നത് മറ്റൊന്നല്ല, സ്വന്തം വീട്ടുകാരെ കുറിച്ച് തന്നെയാണ് കേട്ടോ, അനിയനെ കുറിച്ചൊക്കെ. ശരത്ത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആന്റണിയുടെ കൂടെ കൂടി ശരത്ത് ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുക. അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്മാറിപ്പിക്കണം.
അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് നോക്കണം. ഇതും പറഞ്ഞ് വിഷമിച്ചോണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് രേവതി. അങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ രേവതി സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അതുവഴിയാണ് ചന്ദ്രമതി പാസ് ചെയ്യുന്നത്. റൂമിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്താണ് ടെറസ് തുറന്നിട്ടിരിക്കുന്ന കണ്ട് അങ്ങോട്ട് ചെന്ന് നോക്കുന്നത്. അപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിലോ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ചന്ദ്ര വിചാരിക്കുന്നുണ്ട്, ഓ എന്താണാവോ ഇവൾ ഇതിന് മാത്രം ആലോചിക്കുന്നത്. നാലുണങ്ങിയ പൂ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇവളെന്തിനാ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം? മിക്കവാറും ഇവളെ എന്നെ മെനയാനുള്ള എന്തെങ്കിലും തന്ത്രം ആലോചിച്ച് കൂട്ടുമായിരിക്കും. അപ്പോഴാണ് ചന്ദ്ര ശ്രദ്ധിക്കുന്നത്, അവൾ നിൽക്കുന്നത് ഓപ്പൺ ആയി ടെറസിന്റെ ഭാഗത്താണ്. ഒന്ന് തള്ളിയാ അങ്ങോട്ടേക്ക് താഴോട്ട് വീഴാവുന്നതേ ഉള്ളൂന്ന്. അപ്പൊ ചന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പൊ പറ്റിയ സമയ, ഇവളെ തള്ളിയിട്ടാ ആരും അറിയില്ല. എല്ലാവരും ഇപ്പൊ ഉറങ്ങുന്ന ടൈമാ. സച്ചി വരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഇവക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. ഇപ്പോഴേ ഇവളെ ഇവിടുന്ന് തള്ളി താഴെ ഇടാൻ പറ്റൂ. അധികം ഒന്നും സംഭവിക്കില്ലല്ലോ. കയ്യോ കാലോ ഒടിഞ്ഞ് താഴെ വീഴും. അങ്ങനെ വല്ലതും പറ്റിയ അവള് ബെഡ് റെസ്റ്റ് ആയിട്ട് അവിടെ കിടന്നോളും. പിന്നെ അവക്ക് പൂവും കെട്ടാൻ പറ്റത്തില്ല, ഒരു ജോലിക്കും പോവാൻ പറ്റത്തില്ല. എന്തായാലും ഇത് തന്നെ കൃത്യസമയം. അവളെ ഉന്തി താഴെ തള്ളിയിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് കിടന്ന് ഉറക്കം വരില്ല. ഇതും പറഞ്ഞ് ചുറ്റിലും ചന്ദ്ര ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്ര പതിയെ അടുത്തോട്ട് വരാൻ നോക്കുകയാണ്. അങ്ങനെ വന്ന് ടെറസിന്റെ അടുത്തെത്തിയപ്പോ ചന്ദ്ര താഴോട്ട് നോക്കുന്നുണ്ട്, എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത്. അധികമൊന്നുമില്ല. ഇവളെ തള്ളിയിട്ട ചാവത്തൊന്നും ഇല്ലല്ലോ, അത് മതി എനിക്ക്. ഇവള് ചാവാതെ ചാവണം, നരകിക്കണം. ഇതും പറഞ്ഞ് ചന്ദ്രമതി പതുക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് രണ്ട് കൈ ഉയർത്തി രേവതിയെ തള്ളാൻ നോക്കാണ്. ആ സമയത്താണ് രവി അതിലൂടെ വരുന്നത്. കിടന്നിട്ട് ഉറക്കം കിട്ടായിട്ട് ചന്ദ്രയെ തെരഞ്ഞാണ് രവി വരുന്നത്. ഷോ, ഈ ചന്ദ്ര ഇത് എവിടെ പോയി കിടക്കുക? കുടിക്കാൻ വെള്ളം എടുക്കാന്ന് പറഞ്ഞ് പോയതാ. ഇതും പറഞ്ഞ് വെളിച്ചടിക്കുന്ന തുറന്നിട്ടിരിക്കുന്ന ടെറസ് കാണാണ് രവി. ഈ സമയത്ത് ആരാ ടെറസിൽ പോയി കിടക്കുന്നത്? മിക്കവാറും സച്ചി തന്നെ ആയിരിക്കും. ഇവന്റെ ഒരു കാര്യം, ആ കുട്ടി അവിടെ തനിച്ചുറങ്ങുമായിരിക്കും. ഇവൻ ഇവിടെ വന്ന് കിടന്നുറങ്ങുക. ഇവന് ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇതും പറഞ്ഞാണ് രവി ടെറസിലോട്ട് ചെല്ലുന്നത്. അപ്പൊ തന്നെ രവി ചന്ദ്രമതിയെ കാണുന്നുണ്ട്. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിലോ രേവതിയെ തള്ളാനായിട്ട് നിൽക്കാണ്. ഇത് കണ്ട പാടത്തിന് ആകെ ഷോക്കായി പോവാണ് രവി. ഒരു നിമിഷം രവി സ്റ്റക്കായി നിൽക്കാട്ടോ. അപ്പോഴാണ് രവിയുടെ കൈ തട്ടി ചന്ദ്ര കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്ന ജഗ് താഴോട്ട് വീഴുന്നത്. എന്നാൽ ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ രവി നിൽക്കുന്നത് കാണാണ്. അയ്യോ രവിയേട്ടൻ, അയ്യോ രവിയേട്ടൻ കണ്ടു കാണോ? അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ അമ്മയച്ഛൻ എന്താ ഇവിടെ? ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അത് പിന്നെ ഇതിലൂടെ പോയപ്പോഴേ വല്ലാത്തൊരു വെളിച്ചം ടെറസിന്. അപ്പോ ആരാ ഇവിടെ നിൽക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്തിനാടി നീ ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട്, മോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? സച്ചി പോയ കാര്യം എനിക്ക് ഓർമ്മയില്ല. മോൾ പോയി കിടന്നുറങ്ങിക്കോ. സച്ചി വരാൻ ചിലപ്പോ കുറച്ചുകൂടി സമയം വൈകും. ഏയ് വേണ്ടച്ചാ, കുറച്ചുകൂടി നേരം ഞാൻ ഇവിടെ നിന്നിട്ട് പോയി കിടന്നോളാം. അത് പറ്റത്തില്ല മോളെ. എന്ത് വിഷമമുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കരുത്. മോളെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്, ചെല്ല്. എന്നാ ഇത് കേട്ടപ്പോ ചന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, ഓ രവിയേട്ടനൊന്നും കണ്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ശരി അച്ഛാ. ഇതും പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് രവി ചന്ദ്രയെ തിരിഞ്ഞു നോക്കാതെ മുറിയിലോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് ജഗ്ഗൊക്കെ എടുത്തിട്ട് മുറിയിലോട്ട് ചെല്ലുകയാണ്. രവിയേട്ടാ, നിങ്ങൾക്കെന്താ കിടന്നിട്ട് ഉറക്കം വന്നില്ലേ? രവിയേട്ടനോടാ ചോദിച്ചത്. രവിയാണെന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി ചന്ദ്രന്റെ മുഖത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുക്കുകയാണ്. അയ്യോ, എന്തിനാ രവിയേട്ട എന്നെ തല്ലി? മിണ്ടരുത്, ശബ്ദിച്ചു പോരുത്. നിന്റെ ശബ്ദം ഇനി പുറത്തോട്ട് കേൾക്കരുത്. രവിയേട്ട, എന്താ രവിയേട്ട? മിണ്ടാതിരിടി. നീ എന്താടി ആ ടെറസിൽ ചെയ്തോണ്ടിരുന്നത്? അത് പിന്നെ രവിയേട്ട, ഞാൻ പറയടി, നീ കൊല്ലാൻ നോക്കുവായിരുന്നോ എന്റെ മരുമകളെ? അയ്യോ രവിയേട്ട, ഞാനോ? ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോയത്. വിളിക്കാൻ പോയവൾ എന്തിനടി തള്ളിയിടാൻ പോകുന്നത്? അയ്യോ, വിളിക്കാൻ പോയത് രവിയേട്ടന് തള്ളിയിടാൻ പോയ പോലെ തോന്നിയോ? ഇത് കേട്ടപ്പോ രവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രവി ഒരെണ്ണം കൂടി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഇപ്പം കിട്ടിയത് കളിയാക്കിയതിനാ. രവിയേട്ട, എന്തിനാ എന്നിങ്ങനെ തല്ലുന്നത്? നിന്റെ കൂടെ ഇപ്പൊ നിൽക്കാൻ പോലും എനിക്ക് പേടിയാ. നീ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും മടിയില്ലാത്തവളാ. നിന്റെ കൂടെ ജീവിക്കാനേ എനിക്ക് പേടിയുണ്ട്. രേവതി മോളെ ഇനി നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. സച്ചി രേവതി മോളും എവിടെങ്കിലും പോയിട്ട് സ്വസ്ഥതയായിട്ട് താമസിച്ചോട്ടെ. നിന്റെ കൂടെ ജീവിച്ചാലേ നീ അവരെ കൊന്നടുക്കും. രവിയേട്ട, അവര് വേറെ പോയി താമസിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? അവര് സന്തോഷായിട്ട് എവിടാന്ന് വെച്ചാ പോയി താമസിച്ചോട്ടെ. നീയൊക്കെ ഒരു അമ്മയാണോടി? എന്തിനാ നീ ഈ ലോകത്ത് ജീവിക്കുന്നത്? അങ്ങനെ എന്റെ മോൻ ഈ പടിയിറങ്ങി പോയാലേ കൂടെ ഞാനും പോകും. എനിക്ക് എന്റെ സച്ചി ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിന്നെ നോക്കാൻ പണക്കാരികളായ 2 മരുമക്കളുണ്ടല്ലോ. പിന്നെ നിന്റെ 2 സ്വന്തം മക്കളും. അവര് നിന്നെ നോക്കിക്കോളും. എന്നെ കാണണം എന്നുണ്ടെങ്കിലേ അവര് സച്ചിയുടെ അടുത്ത് വന്ന് കണ്ടോളും. എന്നാലും നീ എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്. രവിയേട്ട, എന്തൊക്കെയാ രവിയേട്ട നീ വിളിച്ചു പറയുന്നത്? തൊട്ടുപോര് തന്നെ. നീ എന്റെ അടുത്തോട്ട് പോലും വരരുത്. എനിക്ക് നിന്റെ നിഴല് കാണുന്നത് പോലും ദേഷ്യമാ. പിച്ച് ചീന്താനുള്ള ദേഷ്യമുണ്ട് എനിക്ക് നിന്നെ. നീയേ ഇവിടെ കിടന്നോ. എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ പറ്റില്ല. നേരം വെളുത്താ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.